ഡിസംബർ 13 മനോഹരമായ ഒരു സംഗീതോപകരണത്തിലൊന്നായ വയലിൻ ദിനം ആയിരുന്നു. ദിനപത്രത്തിൽ കണ്ടപ്പോഴാണ് ഞാനും അതേക്കുറിച്ച് ഓർത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗീതോപകരണത്തിലൊന്ന് തന്നെയാണ് വയലിൻ. വായിക്കുവാൻ അറിയില്ലെങ്കിലും ആസ്വദിക്കുവാൻ ഏറെ പ്രിയം. ഒരു ചെറിയ ഉപകരണമാണെങ്കിലും വളരെ ശക്തമായ സംഗീതം സൃഷ്ടിക്കുവാനും അത് ഏറ്റവും മൃദുവാർന്നതും ഊഷ്മളമാർന്നതുമായിരിക്കുകയും ചെയ്യുന്നു. സംഗീതം മനുഷ്യജീവനുകൾക്ക് മാത്രമല്ല, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ആസ്വദിക്കുവാൻ കഴിയുന്നു. കാറ്റിനെ പോലെ ഒരു പാട്ട് ഏറ്റവും വർണ്ണാഭമാകുന്നത് സംഗീതോപകരണങ്ങളും കൂടി ചേരുമ്പോഴാണ്. ഭാവതരംഗങ്ങൾ ഉണർത്തുന്ന രാഗങ്ങൾ പ്രകൃതിയെപ്പോലും പിടിച്ചു നിർത്തുന്നു. പല സംഗീത ശൈലികളിലും ഉപയോഗിക്കുന്ന ഉപകരണമാണ് വയലിൻ. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ആധുനിക വയലിൻ ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിലാണ് വികസിപ്പിച്ചെടുത്തത്. ക്രമേണ പട്ടണത്തിലെ നിർമ്മാതാക്കൾ അവരുടെ വൈദഗ്ധ്യത്തിൽ പ്രശസ്തരാവുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായ അന്റോണിയോ സ്ട്രാദിവാരിയുടെ വയലിനുകൾ ഇന്ന് അപൂർവവും വിലമതിക്കാനാവാത്തതുമാണ്.